കോഴിക്കോട് പേരാമ്പ്രയിൽ കഴിഞ്ഞ ദിവസം കാറിന് തീപിടിച്ച് 6 മാസം ഗർഭിണിയായ സോന എന്ന് പറഞ്ഞ യുവതി മരണപ്പെട്ട ആ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ വളരെയധികം വലിയ ദുരൂഹതകൾ ഇപ്പോൾ പറയപ്പെടുന്നു. സോന എന്ന് പറഞ്ഞ ഈ ലേഡി കാറിൻ്റെ ബാക്ക് സീറ്റിൽ ഒരു ഗർഭിണിയായിരുന്നു, കിടക്കുകയായിരുന്നു. കാറിൽ പെട്ടെന്ന് തീപിടുത്തമുണ്ടായ സമയത്ത് ഭർത്താവായ റെജിൻ ലാൽ ഫ്രണ്ട് ഡോർ തുറന്ന് ചാടി അടുത്തുള്ള തോട്ടിൽ ചാടി രക്ഷപ്പെട്ടു. സോനയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവർ പ്രത്യേകിച്ച് ഒരു രീതിയിലുള്ള റെസിസ്റ്റൻസും കാണിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നില്ല കാറിൻ്റെ ബാക്ക് സീറ്റിൽ. ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് അവർ എനിക്ക് തോന്നുന്നു ബാക്ക് സീറ്റിൽ കിടക്കുകയായിരുന്നു തോന്നുന്നു. എന്തെങ്കിലും ഒരു സെഡേഷനോ അല്ലെങ്കിൽ ഒരു വയ്യായികയോ എന്തുകൊണ്ടാണെന്നറിയില്ല, അവരൊരു തരത്തിലുള്ള എന്താ പറയുക, നമുക്ക് ദേഹത്ത് തീ പടരുമ്പോൾ ഒരു റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, അതൊന്നും ഒരു രീതിയിലുള്ള കാര്യങ്ങളും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാക്ക് സീറ്റിൽ ആക്ച്വലി ഡ്രൈവർ സൈഡിലിരുന്ന ആൾ ചാടി അദ്ദേഹത്തിനെ രക്ഷിക്കാൻ ചെന്ന ആളുകളോട് ആ വ്യക്തി പറയുകയാണ് ബാക്ക് സീറ്റിൽ ആളുണ്ടെന്ന് പറയുമ്പോഴാണ് ആക്ച്വലി രക്ഷാപ്രവർത്തനത്തിന് വന്ന ആളുകളടക്കം എല്ലാവരും ബാക്ക് സീറ്റിലേക്ക് പോയി നോക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിലുള്ള ദുരൂഹത എന്ത് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഫോറൻസിക് റിപ്പോർട്ടും കാര്യങ്ങളും പ്രാഥമികമായി വന്ന സമയത്തും സസ്പീഷ്യസ് ആയിട്ട് എന്തെങ്കിലും ഒരു ഫോറിൻ പാർട്ടിക്കിളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു സംശയിക്കാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സംഗതിയോ അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു നോർമൽ സംഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ഒരു സംഗതി സംഭവിച്ചതായിട്ടോ എന്നുള്ള അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇനീഷ്യൽ സ്റ്റേജിൽ ഫോറൻസിക് റിപ്പോർട്ടുകളിൽ ഇല്ല. പ്രാഥമിക അന്വേഷണത്തിലാണെങ്കിൽ പോലും, പോലീസിൻ്റെ അന്വേഷണത്തിലാണെങ്കിൽ പോലും പെട്രോൾ ടാങ്കിൽ നിന്നൊരു സ്പാർക്കോ കാര്യങ്ങളോ വന്നതായിട്ടോ ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളോ ഉണ്ടായതായിട്ടോ ഫ്രണ്ട് ഏരിയയിൽ നിന്ന് എൻജിനും അതിൻ്റെ ബാക്കി പോർഷൻസിൽ നിന്നായിട്ടൊന്നും ഒരു സ്പാർക്ക് ട്രിഗർ ചെയ്ത് അങ്ങനെയൊന്നും ഇല്ല. അത് ബാക്ക് സൈഡിൽ നിന്നാണ്, കാറിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് തീ കത്തി തുടങ്ങി പെട്ടെന്നൊരു ബ്ലാസ്റ്റ് ശബ്ദം ഉണ്ടായി എന്നുള്ളത് ദൃക്സാക്ഷികളായ ആളുകളും മൊഴി കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് സി എന്തായിരിക്കാം സംഭവിച്ചതെന്നുള്ളത് നമുക്കൊന്ന് ഇങ്ങനെ നോക്കാം. ദുരൂഹത ഇപ്പോൾ പറയപ്പെടാനുള്ള റീസൺസും ഇവരുടെ ലൈഫ്, ഈ രണ്ടുപേരുടെയും മരണപ്പെട്ട ഈ സ്ത്രീയുടെയും ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഓൾറെഡി അഡ്മിറ്റ് ആയിട്ടുള്ള 60% കൂടുതൽ പൊള്ളലുള്ള ഈ ഹസ്ബൻഡ് റിജിലാലിൻ്റെയും ഇവരുടെ രണ്ടുപേരുടെയും ലൈഫിൽ കാര്യങ്ങൾ അത്ര സ്മൂത്തായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് കുടുംബം, സോനയുടെ കുടുംബം, ഇതൊരു കൊലപാതകം, ആസൂത്രിതമായ കൊലപാതകമാണോ എന്നുള്ള കാര്യം വരെ ആരോപിക്കുന്നത്. കല്ലോട് താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഇന്നലെ രാത്രി തന്നെ സോനയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരുന്നു. ഇന്ന് 8 മണിയോടെ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. സോനയുടെ ഭർത്താവ് രജിൻലാലും മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇദ്ദേഹത്തിന് 60% പൊള്ളലേറ്റിരിക്കുന്നത്. ഇനിയിപ്പോൾ അറിയാനുള്ളത് എങ്ങനെയാണ് ഈ കാറിന് തീപിടിച്ചതെന്ന കാര്യമാണ്. കാറിന്റെ പിൻവശത്താണ് തീ പടർന്നത്. അപ്പോൾ ആ ഭാഗത്ത് എങ്ങനെ തീ പടർന്നു, ചെറിയൊരു പൊട്ടിത്തെറി ഉണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. അപ്പോൾ ഇതിനെയൊക്കെ ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഈ ഫോറൻസിക് പരിശോധനയൊക്കെ നടത്തിയ ശേഷം മാത്രമേ ഇതിന്റെ കാരണം വ്യക്തമാവുകയുള്ളൂ. ഇന്നലെ രാത്രി 8:45 ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ഈ സോന 7 മാസം ഗർഭിണിയാണ്. അപ്പൊ ഇവരെ കല്ലോടുള്ള താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ കാണിച്ച ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിനിടെയാണ് ചെറുവണ്ണൂർ കക്കറമുക്ക് എന്ന സ്ഥലത്ത് ഓടുന്ന ഈ കാറിന് തീപിടിച്ചത്. ഇവരുടെ വീടിന് ഏറെക്കുറെ 2 കിലോമീറ്റർ മാത്രം അകലെയായിരുന്നു ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. നാട്ടുകാർ ഓടിക്കൂടുമ്പോഴേക്കും കാർ ഏറെക്കുറെ പൂർണ്ണമായും കത്തിയിരുന്നു. ഈ കാർ പൊട്ടിത്തെറിയുണ്ടായി, കത്തി എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിനിടയിൽ ഈ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും രജിൻലാൽ പുറത്തേക്ക് ചാടി ഇദ്ദേഹത്തിന് പൊള്ളലേറ്റിരുന്നു. തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അതിനുശേഷം ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും അണച്ചതിന് ശേഷമാണ് ഈ സോനയെ പുറത്തെത്തിച്ചത്. സോന ഈ പിൻസീറ്റിൽ കിടക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. കല്ലോട് ആശുപത്രി എത്തിക്കുമ്പോഴേക്കും മരിച്ചിരുന്നു. 1.5 വർഷം മുമ്പാണ് ഈ രജിൻലാൽ നാട്ടിലേക്ക് എത്തിയത്. ഇയാൾ ഗൾഫിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. എന്തായാലും ഇതിന്റെ ഒരു ഞെട്ടലിലാണ് ഈ നാട് മുഴുവൻ. 7 മാസം ഗർഭിണിയായ ഒരു സ്ത്രീയാണ് ഇപ്പോൾ ദാരുണമായി വെന്ത് മരിച്ചിരിക്കുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ എല്ലാവരും ചോദിക്കാനുണ്ടാകുന്ന കുറേയധികം റീസൺസ് നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ തോന്നാം. ഗർഭിണിയായ 7 മാസം ഗർഭിണിയായ ഭാര്യയെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്ന ഭാര്യയെ ഫ്രണ്ട് സീറ്റിലിരുത്തി കൊണ്ടുവരുന്നത് എന്തിനാണ് ബാക്ക് സീറ്റിൽ കിടത്തി കൊണ്ടുവന്നത്? എന്തിനാണ് ബാക്ക് സീറ്റിൽ കിടത്തി കൊണ്ടുവരുമ്പോൾ അതിലൊരു സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്ത് അങ്ങനെ കിടത്തി കൊണ്ടുവന്നത്? അപ്പോൾ അവർ സെഡേഷനിലായിരുന്നു. എന്ത് മരുന്നാണ് അവർക്ക് കൊടുത്തിട്ടുണ്ടാവുക? മനസ്സിലായി? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അങ്ങനെ പോകുന്നു. പിന്നെ കമ്മിങ് ടു ദെയർ പേഴ്സണൽ ലൈഫ്, ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ പറയുന്നത് അവരുടെ പ്രണയവിവാഹമാണ്, അത്ര ഈസി ആയിട്ട് അങ്ങനെ പ്രണയിച്ച് എല്ലാവരും പ്രണയിച്ച് അപ്പം തന്നെ ഓക്കെ പറഞ്ഞ് അങ്ങനെ നടന്നൊരു പ്രണയവിവാഹമല്ല.
അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പ്രണയവിവാഹം ഒരു സംഗതി മുന്നിൽ നിൽക്കുന്നു. അതത്ര ഈസി ആയിട്ട് കഴിഞ്ഞൊരു കാര്യമല്ല എന്നുള്ളത് നിൽക്കുന്നു. അതിനുശേഷം വിവാഹശേഷം അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പ് തന്നെ ഈ വ്യക്തിക്ക് വേറെ സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മരിച്ച സോനയുടെ കുടുംബക്കാരും കൂട്ടക്കാരും പറഞ്ഞു തുടങ്ങുന്നു. ഈവൻ ഈ പറഞ്ഞ ഇൻസിഡൻറ്റ് ഉണ്ടാവുന്ന ഒരു സമയത്താണെങ്കിൽ പോലും ഈ വ്യക്തി മദ്യലഹരിയിലായിരുന്നു എന്നും സോനയെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന വഴിക്കാണ് ഇത് സംഭവിച്ചത് എന്നും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പെട്ടെന്ന് ഇപ്പോൾ പറഞ്ഞു കേൾക്കുകയാണ്. ഈ ഡോട്ട്സൊക്കെ ഇങ്ങനെ കൂട്ടി വായിക്കുമ്പോഴാണ് ഈ വ്യക്തി ഹസ്ബൻഡ് കാറിൽ നിന്ന് ചാടി ഇറങ്ങുന്നു. ബാക്കിൽ നിന്ന് ഓബിയസ്ലി തീ വരുന്നൊരു സിറ്റുവേഷൻ വന്നു. പുകയോ തീയോ വന്നു കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ് എന്താണ്? നമ്മുടെ ഭാര്യ ബാക്കിൽ ഗർഭിണിയായിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു പുകയോ അല്ലെങ്കിൽ തീയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചാടി ഓടി രക്ഷപ്പെട്ട് നമ്മൾ തിരിച്ചു വന്ന് നമ്മൾ ഭാര്യേനെ എങ്ങനെ എടുത്ത് പുറത്തെടുക്കാനും രക്ഷപ്പെടാനും നോക്കും. അങ്ങനെ ഒട്ടും നമ്മളിതൊന്നും അറിയാതെയോ അല്ലെങ്കിൽ തീ അങ്ങനെ കത്തി പടരുന്നത് വരെ നമ്മൾ നോക്കിയിരിക്കുകയൊക്കെ ചെയ്യും. എവിടേക്കോ 1-2 ചാനൽ ബൈക്കിൽ 1-2 പേര് പറയുന്നതായിട്ട് കണ്ടു, കാറിൻ്റെ ബാക്കിൽ ഓൾറെഡി തീ കത്തുന്നതായിട്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചിലർ. പിന്നെ അത് ഒന്നിച്ചാണ് കത്തി ബ്ലാസ്റ്റ് ആവാണ് ഉണ്ടായെന്നുള്ളത്. എന്താണെങ്കിലും ഈ വ്യക്തിയെ പോലീസ് എന്താണെങ്കിലും ചോദ്യം ചെയ്യും. ഇദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളടക്കം എല്ലാം ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. ഏതെങ്കിലും രീതിയിലുള്ള ഫോറിൻ പാർട്ടിക്കിൾസ് ഈ ചങ്ങാതി കയ്യിൽ കരുതിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഡിക്കിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു ബ്ലാസ്റ്റിൻ്റെ ശബ്ദം കേട്ടു എന്ന് പറയുമ്പോൾ ഇനി വല്ല പെട്രോളോ ഡീസലോ ഇയാൾ എടുത്ത് മേടിച്ച് വെച്ചു. ഈവൻ മദ്യക്കുപ്പി അടക്കം എന്തെങ്കിലുമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അങ്ങനത്തെ ഒക്കെ ആസ്പെക്ട്സ് ഉണ്ട്. കുടുംബത്തിന്റെ സംശയം അങ്ങനെ തന്നെയാണ്. ഭർത്തൃ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് യുവതിയുടെ അമ്മാവനും അടുത്ത ബന്ധുക്കളും ഒക്കെ പറയുന്ന പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. അതായത് അവർ ചോദിക്കുന്നത് മുൻ സീറ്റിൽ സ്ഥലം ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് പുറകു സീറ്റിൽ ഇരുന്നത് എന്നതാണ്. ഇരിക്കുകയായിരുന്നില്ല, കിടന്ന നിലയിൽ, അതായത് സീറ്റ് ബെൽറ്റ് ഇട്ട് കിടന്ന നിലയിലായിരുന്നു പുറകു സീറ്റിൽ സോന ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ കാർ കത്തിയതിന് ശേഷവും പുറകു സീറ്റിൽ നിന്ന് യാതൊരു ശബ്ദവും കേൾക്കുന്നുണ്ടായിരുന്നില്ല എന്നും ഇവർ പറയുന്നുണ്ട്. ഈ കാറിന്റെ സ്വാഭാവികമായ കത്തലാണ് എങ്കിൽ അത് മുൻവശത്ത് നിന്നാണ് കത്തേണ്ടിയിരുന്നത്. പക്ഷേ പുറകുവശത്ത് നിന്നാണ് കത്തിത്തുടങ്ങിയത്. മാത്രവുമല്ല വലിയൊരു സ്ഫോടന ശബ്ദം കേട്ടു എന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. നാട്ടുകാരും അത് ആവർത്തിക്കുന്നുമുണ്ട്. ഏതായാലും സമഗ്രമായ അന്വേഷണം ഈ വിഷയത്തിൽ വേണം. ഭർത്താവിൻ്റെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇവരുടേത് പ്രണയവിവാഹമായിരുന്നു, അതുമായി ബന്ധപ്പെട്ടൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. മദ്യപിച്ചാണ് ഇന്നലെ രജിൻലാൽ സോനയെ കൂട്ടാൻ വേണ്ടി വീട്ടിലേക്ക് എത്തിയത് എന്നും പറയുന്നുണ്ട്. ഗാർഹികമായിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു ലേഡിയാണ് ഈ മരണപ്പെട്ട സോന എന്നുള്ളത് ഇപ്പോൾ കൂട്ടക്കാരും കുടുംബക്കാരും പറയുന്നു. ഈ കൂട്ടക്കാരും കുടുംബക്കാരുടെയൊക്കെ മെയിൻ പ്രശ്നം എന്താ പറയുക? എന്തെങ്കിലും രീതിയിലൊരു സംഭവം ഉണ്ടാകുമ്പോഴാണ് ഇതൊക്കെ ഇങ്ങോട്ട് ഇതാവുക. എന്തെങ്കിലും വിഷയങ്ങളിലൂടെ പോവുകയാണ്, സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളാണ്, അവർക്ക് ഒട്ടും പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരു സംഭവമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് അവരെ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ പ്രൊട്ടക്ഷനിൽ കൊണ്ടുവന്ന് നിർത്തുക എന്നുള്ളൊരു ബേസിക് സാധനം ചെയ്തു കൊടുക്കുക. ഓക്കെ, പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഇതാണ് സംഭവിച്ചിരുന്നു, ഇതിങ്ങനെ സംഭവിച്ചു, ഇതപ്പോൾ അങ്ങനെ തന്നെ ആയിരുന്നു ഒന്നും പറഞ്ഞിട്ടൊരു ഒന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കാറിൻ്റെ ബാക്കിൽ കടത്തിയത് ഞാൻ പറഞ്ഞല്ലോ, അതിന് റോങ് ഇൻറ്റൻഷൻ ചിന്തിക്കുന്നവർക്ക് അങ്ങനെയും ചിന്തിക്കാം, ഇല്ല അതിനൊരു ഗുഡ് ഇൻറ്റൻഷൻ ചിന്തിക്കുന്നവർക്ക് അങ്ങനെയും ചിന്തിക്കാം. ഇപ്പം എല്ലാ കാര്യത്തിലും അയാളെ 100% സംശയിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാവും, വിഷയങ്ങളുണ്ടാവും. പക്ഷേ ഇതിപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ചിലപ്പോൾ അയാൾക്കും അറിയാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിലോ, അയാൾ മദ്യലഹരിയിലാണോ അല്ലേ എന്നുള്ളത് എന്താണെങ്കിലും ഡെഫിനറ്റ്ലി പോലീസുകാർ വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിനെ റിജിൻലാലിനെ കൃത്യമായ രീതിയിൽ അയാളുടെ റിപ്പോർട്ട്സും കാര്യങ്ങളിലൂടെ മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. പ്ലസ് മദ്യപിച്ചിട്ടാണ് അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ഇൻഫ്ലുവൻസിലാണെന്നുണ്ടെങ്കിൽ അയാൾ ഇനിയും കൂടുതൽ മദ്യം അയാളുടെ കയ്യിൽ കരുതിയിരുന്നോ, അത് ഡിക്കിലായിരുന്നോ, അതിന് വണ്ടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള മോഡിഫിക്കേഷനോ കാര്യങ്ങളോ ഉണ്ടോ, അത് കാരണം വേറെ എന്തെങ്കിലും രീതിയിലൊരു സ്പാർക്ക് എവിടുന്നേലും ട്രിഗർ ആയോ ബാക്ക് സൈഡിൽ നിന്ന്. പിന്നെ ഇതൊരു സ്വിഫ്റ്റ് കാറാണ്, പലരും ബ്രാൻഡ് പറയുന്നില്ല വണ്ടിയുടെ എന്ന് പറയും. ഇതൊരു മാരുതി സ്വിഫ്റ്റ് കാറാണ്, റെഡ് കളർ മാരുതി സ്വിഫ്റ്റ് കാറാണ്, കുറച്ച് പഴയ കാറാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ളൊരു മോഡിഫിക്കേഷൻ ചെയ്ത സമയത്ത്, ഓൾട്രേഷൻസ് വരുത്തിയ സമയത്ത് എവിടെയെങ്കിലും വയറിങ്ങിൽ എവിടെയെങ്കിലും വിഷയം സംഭവിച്ചിരിക്കാം എന്നുള്ളൊരു ആസ്പെക്റ്റും അത് ഡെഫിനറ്റ്ലി അതും ഇതിനകത്ത് എന്ത് ചെയ്യണം, അന്വേഷണ വിധേയമാക്കേണ്ട കാര്യമാണ്. ഓക്കെ.
ഈ ഒരു സംഭവത്തിൽ ഒരു ദുരൂഹത സംശയിക്കുകയാണ് അന്വേഷണ സംഘം. ഈ തീ പിടിച്ചതിന് കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ലെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതായത് ഈ കാറിനുള്ളിലെ വയറിങ്ങിനും ഇന്ധന ടാങ്കിനും മറ്റുമൊന്നും തന്നെ തകരാറുകളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കാറിൽ നിന്നും കൂടുതൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. മറ്റൊരു കുപ്പിയിൽ ഈ പെട്രോൾ അടക്കമുള്ള സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നതും ഈ പരിശോധനയ്ക്ക് അകത്ത് വരും. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് എത്തുകയാണ് പോലീസ്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈ വാർത്ത കേൾക്കുന്നത്. അവള് കാറ് കത്തിയത് തന്നെ അത് കാറിന്റെ അവസ്ഥ ഞാൻ കണ്ടാന്ന് വളരെ അവിടെയുള്ള അയൽവാസികളൊക്കെ നാട്ടുകാർ പറഞ്ഞത് ഇത് നല്ല ശബ്ദത്തോടു കൂടിയ പൊട്ടിയിരിക്കുന്നതെന്നാണ്. അതില് കണ്ടുനോക്കുമ്പോ അതിന്റെ എഞ്ചിനും പുറകിലെ ഇതിനൊന്നും ഒരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് വളരെ ഒരു ആസൂത്രിതമായ ഒരു കൊലപാതകമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുടുംബം സംശയം ഉന്നയിക്കാൻ പ്രധാനമായും 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, സോന ഈ പിൻസീറ്റിലാണ് ഇരുന്നത്. 6 മാസം ഗർഭിണിയായിട്ടും സോനയെ പിൻസീറ്റിലാണ് ഇരുത്തിയിരുന്നത്. അതുപോലെ തന്നെ ഈ കാറിന്റെ പിൻഭാഗത്ത് നിന്നാണ് തീ പടർന്നത് എന്ന് ഫോറൻസിക് സംഘവും കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇത് ഈ വലിയൊരു സ്ഫോടന ശബ്ദം നാട്ടുകാർ കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ എന്തോ ഒരു സ്ഫോടനം ഉണ്ടാകുന്ന രീതിയിലുള്ള എന്തോ ഒരു വസ്തു കാറിലുണ്ടായിരുന്നുവെന്നും കുടുംബം പറയുന്നുണ്ട്. അതിന് കാരണമായി പറയുന്നത് ഇത് ഷോർട്ട് സർക്യൂട്ട് അല്ല എന്ന് ഫോറൻസിക് സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു പുതിയ കാറാണ്, വയറിങ്ങിനും മറ്റ് ഇന്ധന ടാങ്കിനും പ്രശ്നങ്ങളില്ല എന്നും ഫോറൻസിക്കിന്റെ കണ്ടെത്തലുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള എന്തോ ഒരു സ്ഫോടന ശബ്ദമോ മറ്റ് ദുരൂഹതയോ ഈ സ്ഫോടന ശബ്ദം ഉണ്ടാകാൻ എന്തോ വലിയൊരു സ്ഫോടക വസ്തു ഈ കാറിലുണ്ട് എന്നാണ് കുടുംബം പറയുന്നത്. ഒരുപക്ഷെ ഇത് ഒരു ആസൂത്രിത കൊലപാതകം തന്നെയാകുമെന്നാണ് പറയുന്നത്. അതിന് പ്രധാന കാരണമായി പറയുന്നത് ഈ സോണയുടെയും റിജിൻസിന്റെയും കല്യാണം ഒരു രജിസ്റ്റർ മാരേജ് ആയിരുന്നു. കുടുംബങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള യോജിപ്പും ഈ കല്യാണത്തിനോട് ഉണ്ടായിരുന്നില്ല. ഈ സോനയും റിജിൻലാലും വളരെ 3 വർഷത്തിലധികമായി പ്രണയത്തിലായിരുന്നു. അതിനുശേഷമാണ് കല്യാണം കഴിക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് ഇങ്ങനെയാണ്. ഈ റിജിൻലാൽ ഗൾഫിൽ പോയതിനു ശേഷം മറ്റൊരു യുവതിയുമായി ഈ റിജിൻലാലിന്റെ കല്യാണം ഉറപ്പിച്ചിരുന്നു. ഇതറിഞ്ഞ് സോന ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു. വടകര റെയിൽപാളത്തിൽ ആത്മഹത്യ ചെയ്യാനായി എത്തിയപ്പോൾ പോലീസാണ് സോനയെ രക്ഷപ്പെടുത്തുന്നത്. തുടർന്ന് ഈ സംഭവത്തിൽ കേസ് കൊടുക്കണമെന്ന് പോലീസ് പറഞ്ഞതിനനുസരിച്ചാണ് ഈ പേരാമ്പ്ര പോലീസിൽ സോനയുടെ കുടുംബം പരാതി കൊടുക്കുന്നത്. അത് കേസായതിനെ തുടർന്നാണ് ഈ സോനയുമായി വീണ്ടും ഈ റിജിൻലാൽ അടുക്കുന്നതും ഇതൊരു രജിസ്റ്റർ മാരേജിലേക്ക് എത്തുന്നതും. റിജിൻലാൽ ഈ കേസ് ഒഴിവാക്കണമെന്ന് പലപ്പോഴായി ഈ സോനയോട് പറയുകയും അതിന് നിർബന്ധത്തിന് വഴങ്ങി സോന കേസ് ഒഴിവാക്കുകയും ഇവര് കുടുംബങ്ങൾ അറിയാതെ രജിസ്റ്റർ മാരേജ് ചെയ്യുകയുമായിരുന്നു. അതായത് ഇവരുടെ പേഴ്സണൽ ലൈഫ് ഇപ്പോൾ ന്യൂസിൽ മുന്നോട്ട് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ വരുന്ന വാർത്തകൾ വെച്ച് നോക്കുന്ന സമയത്ത് അത്ര ഈസി ആയിരുന്നില്ല. അവിടെയാണ് ദുരൂഹതയുടെ എലമെൻ്റ് കിടക്കുന്നത്. ഫോറൻസിക്കിനോ പോലീസിനോ അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും ഒരു സിസ്റ്റത്തിനോ അവിടെ ചെന്നിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള അവരുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ദുരൂഹത എന്ന് പറഞ്ഞ ഒരു ഫാക്ടറിലേക്ക് പോകാൻ മാത്രം ലീഡ്സ് ഒന്നും കാണുന്നില്ല. ഓക്കെ, ബട്ട് ഇവരുടെ പേഴ്സണൽ ലൈഫ് എടുത്ത് നോക്കുന്ന സമയത്ത് ഈ ലേഡി തീർന്നു പോയാൽ അല്ലെങ്കിൽ തീർത്ത് കളഞ്ഞാൽ എന്നുള്ളൊരു എലമെൻറ്റ് ഹസ്ബൻഡിലേക്ക് കൊണ്ടുപോകാൻ മാത്രം പാകത്തിനുള്ള കുറേ ഹാപ്പനിങ്സ് പാസ്റ്റ് അവർക്കുണ്ട്. പ്രസൻറ്റിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കേണ്ടിയിരിക്കുന്നു. 1.5 വർഷം മുന്നേ ഗൾഫിൽ നിന്ന് വന്ന ഈ റിജിൻലാൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ആ ഒരു ലൈഫിൽ എന്തൊക്കെ നടന്നു, അയാൾ എന്തൊക്കെ ചെയ്തു, ഏതൊക്കെ കാര്യങ്ങൾ അയാൾ ഫോളോ അപ്പ് ചെയ്തു, വേറെ ആരെങ്കിലുമായിട്ട് ബന്ധം വെച്ചിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടത്തി ഇവരെ തീർത്ത് കളയണോ എന്നുള്ള രീതിക്കുള്ള എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഇവർ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് പോലീസ് അന്വേഷിച്ചാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഒരു കാറൊക്കെ പോണ വഴിക്ക് പൊട്ടിത്തെറിക്കുന്നതും തീ പിടിക്കുന്നതുമായിട്ടുള്ള ഇൻസിഡൻസ് ഇഷ്ടംപോലെ നമ്മൾ ചുറ്റുപാട് ഇപ്പോൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചൂടുകാലമാണ്. അപ്പോൾ നമുക്കത് എന്താ പറയുക, അങ്ങനെ അയ്യോ കേട്ടുമ്പോൾ തന്നെ ഞെട്ടലുണ്ടാക്കുന്ന രീതിയിൽ കേരളത്തിൽ ഇന്ന് വരെ സംഭവിക്കാത്ത കാര്യമായിട്ടൊന്നും തോന്നാറില്ല. പക്ഷേ ഈ കാര്യം സംഭവിച്ച് ഒരു ദിവസം കഴിഞ്ഞ് 2ാമത്തെ ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ എൻറ്റയർ കേസിൻ്റെ ഷേപ്പ് മാറുകയാണ്. കാരണം ഇതാണ്, അതായത് ഇവരുടെ ലൈഫിലുണ്ടായ ഒരുപാട് വിഷയങ്ങൾ, അതായത് ഒരാളെ തീർത്ത് കളഞ്ഞാൽ അല്ലെങ്കിൽ ഒരാളെ ഒഴിവാക്കിയാൽ അല്ലെങ്കിൽ ഒരാളെ തീർന്നു പോകാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോയാലോ അല്ലെങ്കിൽ ചെയ്താലോ മറ്റൊരാൾക്ക് ഓക്കെ, ഒരാൾ മാറി നിൽക്കുന്നതോ അല്ലെങ്കിൽ മാറ്റിക്കളയുന്നതോ ഓക്കെ, അല്ലെങ്കിൽ അത് അയാൾക്ക്
ആ രീതിയിൽ ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ലൈഫിൽ ഉണ്ടാക്കാൻ മാത്രമുള്ള പാസ്റ്റ് ഇവരുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളത്. അതാണ് ഈ ഭർത്താവാണോ, ഇത് കരുതി കൂട്ടി ചെയ്തതാണോ, ഇതാരോ വേണമെന്ന് വെച്ചിട്ട് ഇവരെ തീർത്ത് കളയാൻ വേണ്ടി കാണിച്ചതാണോ എന്നുള്ളതിലേക്കുള്ള ഡൗട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കാറ് പുതിയ കാറാന്നൊക്കെ ന്യൂസുകാർ പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അതൊരു പുതിയ സ്വിഫ്റ്റ് ആണെന്നുള്ളത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. അത് കണ്ടിട്ട് എനിക്കത് പഴയ സ്വിഫ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. ഈ രണ്ടുപേരെയും തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണോ എന്നുള്ളതും വേറെ രീതിക്ക് അന്വേഷിക്കണം. ഈ രണ്ടുപേരെയും തീർക്കാൻ വേണ്ടിയിട്ട്, ഭാര്യയും ഭർത്താവിനെയും തീർക്കാൻ വേണ്ടി ദേഷ്യമുള്ള ആരെങ്കിലും ചെയ്തതാണോ എന്നുള്ളത്. കാരണം ഈ വേറെ ബന്ധങ്ങളുള്ള ഒരു ഹസ്ബൻഡ് അത് മനസ്സിലാക്കിയ ലേഡി, പിന്നെ ആ ലേഡി ഗർഭിണിയാന്ന് അറിയുമ്പോൾ ഹസ്ബൻഡ് മേ ബി വേറൊരു ആർക്കെങ്കിലും ഇവരോടൊരു ദേഷ്യം തോന്നേണ്ട ഒരു അവസ്ഥ ഉണ്ടെങ്കിലോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് ഈ കേസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദുരൂഹത വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിന്തിച്ച് പറയാൻ പറ്റുന്നൊരു കേസാണത്. ഓക്കെ, എന്താണെങ്കിലും ഫോറൻസിക് റിപ്പോർട്ട് ഒന്നും കൂടി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്തായിട്ട് കാറിൻ്റെ അകത്തുനിന്ന് അവർ എലിമെൻറ്റുകൾ എടുത്തിട്ട് പരിശോധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പറയട്ടെ. ആൻഡ് ആ വ്യക്തിയും ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലും കാര്യത്തിലൊക്കെയാണ്. പെട്ടെന്ന് ചാടി കയറിയിട്ട് ഇവൻ തന്നെ പ്രതി എന്നുള്ളതിലേക്ക് പോകുന്നതിനോട് ഞാൻ ഓക്കെ അല്ല. ബിക്കോസ് ആ വ്യക്തി റിക്കവറായി അയാളെ പോലീസ് ചോദ്യം ചെയ്യണം, അയാളുടെ പാസ്റ്റും കാര്യങ്ങളും എടുത്ത് നോക്കണം. ഓക്കെ, പിന്നെ ഫോറൻസിക് റിപ്പോർട്ടിൽ അയാളുമായിട്ട് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ നോക്കണം. അങ്ങനെ പല സാധനങ്ങളും നോക്കിയതിന് ശേഷം കേരള പോലീസിന് കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി പെട്ടെന്ന് തെളിയിക്കാൻ പറ്റുന്നൊരു കേസായിട്ടാണ് നിൽക്കുന്നത്. ദുരൂഹത ഉണ്ടെന്നുണ്ടെങ്കിൽ നീക്കം ചെയ്ത് കേസ് തെളിയിക്കണം. ഓക്കെ, ആരാണത് ചെയ്തത്, ആരൊക്കെ കൂട്ടുനിന്നോ അവർക്കൊക്കെ ശിക്ഷ മേടിച്ചു കൊടുക്കണം. ഇല്ല ഇതൊരു നാച്ചുറലായിട്ട് സംഭവിച്ചതാണ്, എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് അല്ല എന്ന് പറയുന്നത്, ബട്ട് സ്റ്റിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നോക്കുന്ന സമയത്ത് മേ ബി ഏതെങ്കിലും ഒരു ഇപ്പോൾ കാറിനകത്ത് നമ്മൾ കാറിലുള്ള എലമെൻറ്റുകളല്ലാതെ പുറത്തുനിന്ന് വീട്ടിൽ നിന്ന് വെച്ച കുറേ സാധനങ്ങൾ ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ ഒരു ഫോൺ ട്രിഗറാവും, പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവാം, ഇലക്ട്രിക് ഗാജറ്റ്സ് എന്തെങ്കിലും ഒന്ന് ചിലപ്പോൾ സ്പാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പം അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ട്. ഇൻഡെപ്തായിട്ട് ഒന്നും കൂടി ഫോറൻസിക്കിൻ്റെ റിസൾട്ട് വരുമ്പോഴേ നമുക്കതിലേക്കൊക്കെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റും ഈ കേസിനകത്ത്. അതുവരെ ഈ പറഞ്ഞ പോലെ ഈ ഭർത്താവിനെ സംശയിക്കാൻ മാത്രം പാസ്റ്റും പ്രസൻറ്റും ഉള്ള ഒരു വ്യക്തിയാണ് സോനയുടെ ഭർത്താവ് എന്നുള്ളത് കൊണ്ട് മരിച്ച സോനയുടെ വീട്ടുകാർക്ക് ഈ അലിഗേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.